ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും അങ്ങനെ തന്നെ ഒരു കണ്ടന്റ് ഒന്നുമില്ല. നോട്ട് കണ്ടന്റ്, ഇറ്റ്സ് കോണ്ടന്റ്. പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ കോണ്ടന്റ് ഒന്നുമില്ല. അങ്ങനെ വെറുതെ ജസ്റ്റ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ലോഗ് ഓഫ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉറങ്ങണില്ലേ, നമ്മൾ ടിറ്റുവാല പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുളിച്ചിട്ടൊക്കെ നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വിശക്കുന്നു. നമ്മൾ ഫ്രിഡ്ജൊക്കെ കേടേ കാരണം സാധനങ്ങളൊക്കെ പുറത്തോ. ഒരു ദോശയുടെ കുറവില്ല. അത് കാരണം നമ്മൾ ചെയ്യും ദോശ സ്റ്റോ ഓണാക്കി ചൂട് ചെയ്തോ. ഇത് ചൂടാവുമ്പോ തൊട്ട് നോക്കുക. തൊട്ടൊക്കെ ഒന്ന് കാണിച്ചാ. നീ തൊടുന്നിട്ട് നോക്കണം. നീ തൊടുന്നിട്ട് തൊടാം. മേ ബി ഇതിങ്ങനെ ഒഴിക്കുക. ആർക്കും അറിയില്ല. എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുണ്ട് കയ്യിലെടുക്കാം. അപ്പൊ ഇനി ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി നാം വിചാരിച്ചു ഇവിടെ നിന്നിട്ട് കഴിക്കാമെന്ന്. കുറെ ദിവസം രാവിലെ ഒക്കെ കണ്ടിട്ട് എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് അല്ലേ. അപ്പോൾ രാവിലത്തെ കിളിയുടെ സൗണ്ട് കേൾക്കാൻ നല്ല ഫീൽ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ അപ്പനെ ഉറങ്ങും 6:30 ആകുമ്പോൾ. പിന്നെ 2 o'clock ആകുമ്പോൾ എനിക്കുള്ളൂ. പ്ലീസ് ഇഗ്നോർ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി. അമ്മച്ച് മുൻപേ പോയി. അതിൻ്റെ നമ്മൾ ഓട്ടോ പിടിച്ച് ഓടി പിടിച്ച് സ്റ്റേഷനിൽ എത്തി വിളിക്കുകയും ട്രെയിനൊക്കെ വന്നു. 2-3 സ്റ്റേഷനുണ്ട് ടിറ്റുവാല എത്താൻ. നമ്മൾ അവിടെ എത്തി. പിന്നെ അതിനുള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്ത കാരണം നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ടിയിരുന്നു. ചെരുപ്പിട്ടിട്ട് എങ്ങനെ തോന്നുന്നു? ചെരുപ്പ് ഇട്ടിട്ട് പോണേ. അല്ല എപ്പോഴും ചെരുപ്പ് ഇടാണ്ട് പോവും. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും ആ അമ്പലത്തിന് ഈ അമ്പലം വരെ ചെരുപ്പ് ഇടാണ്ടാണ് എപ്പോഴും വരാറ്. പക്ഷെ ഇപ്പോൾ മഴയും ചളിയൊക്കെ ഉള്ളത് കാരണം ചെരുപ്പ് ഇടാണ്ട് ഒരു എന്തോ പോലെ. നമ്മൾ ഗണപതി അമ്പലത്തിന് ഇനി അടുത്ത അമ്പലത്തിൽ വരുമ്പോ പേരൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറെ പട്ടികൾ ഇരിക്കുന്നുണ്ട്. ഈ പട്ടികളൊക്കെ എനിക്കാണ്. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ പട്ടികൾ വരും. അപ്പോൾ എനിക്കിത് പേടിയാണ്. അതിൻ്റെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റേഷനിലെത്തി. അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്തായാലും എടുക്കാനില്ല. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാ. പൂരിയും ബാജും കുറേ ദിവസമായി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചൂടായി കാരണം ഭയങ്കര സ്ലോ മോഷനിലായിരുന്നു പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മയും രേഷുവും ഊത്തപ്പും മസാല ദോശ കഴിക്കുന്നത്. അപ്പോൾ അമ്മ പറയും ഊത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ മസാല ദോശൻ്റെ ഏറ്റവും. അതിൻ്റെ നമ്മൾ അവിടുന്ന് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഡിമാർട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ് നമ്മൾ ഓട്ടോയിൽ പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ അമ്മ പറഞ്ഞ് നമുക്ക് നടന്ന് പോകാമെന്ന്. അപ്പോൾ നടന്ന് മതി. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിരുന്നു. ഫൈനലി വി ആർ അറ്റ് ഡിമാർട്ട്. അതിനുള്ളിലേക്ക് ഫോൺ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ കാരണം ഫോൺ നിർത്തിയില്ല. അയ്യോ നമ്മൾ പറ്റൂ. ഇത് കൂടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിമാർട്ടിൻ്റെ ഉള്ളിൽ കുറേ കറങ്ങി നടന്ന് ഒരു ടീഷർട്ട് ട്രൈ ചെയ്ത് അത് വാങ്ങി. പിന്നെ ഈ കയ്യിലിരിക്കുന്ന പാൻറ് ഭയങ്കര എസ്തറ്റിക് പോലെ കാരണം എനിക്ക് അതും ഇഷ്ടമായി. അപ്പോൾ ഞാനും രേഷു പറഞ്ഞു ശരി നമുക്ക് വാങ്ങാം. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഫ്രിഡ്ജൊക്കെ നന്നാക്കി വെച്ചു. ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് എണിച്ചല്ലോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞപ്പോൾ ഈ പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചത് അൺബോക്സ് ചെയ്യാം. ഫൈനലി ഞാൻ കമർ ബന്ധാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങി. എനിക്ക് ഓഫ്ലൈൻ കിട്ടാത്ത കാരണം. അങ്ങനെ രാത്രി ഇപ്പോൾ രേഷ്മയുടെ ബ്രൈഡ് ടു ബി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇന്ന് ഫുൾ ടയേർഡ് ഡേ ആയിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.